നടക്കുകയാണ്. ശ്രീ വി പി മുസ്തഫ, നിങ്ങളുടെ ആരോപണം എന്ന് പറയുന്നത് BJP തന്നെ വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തും ഈ ഒരു ആത്മവിശ്വാസത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ബജറ്റ് എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ കൂടി കുഴപ്പം കൊണ്ടല്ലേ, പ്രതിപക്ഷത്തിന്റെ കുഴപ്പം കൂടി കൊണ്ടല്ലേ, ഇവിടെ ഒരു മത്സരമില്ല എന്നൊരു തോന്നൽ ജനിപ്പിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെ വന്നിരിക്കുന്നത്? ഇത്രമാത്രം ആത്മവിശ്വാസം ഒരു സർക്കാരിനുണ്ടാകുന്നത് സമീപകാലത്ത് ആദ്യമാണ്. അങ്ങനെ ഒരു നിലപാട് CPIM കൈക്കൊണ്ടിട്ടില്ല. BJP വീണ്ടും വരും എന്നുള്ളത് കൊണ്ടാണ് അവർ ഈ ബജറ്റ് എടുത്തിട്ടുള്ളത് എന്ന് CPIMന്റെ നീണ്ട പ്രസ്താവന തന്നെ പോളിറ്റ് ബ്യൂറോയുടെ വന്നിട്ടുണ്ട്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. CPIMന്റെ മറ്റു നേതാക്കളുടെ വന്നിട്ടുണ്ട്. ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കളുടെ വന്നിട്ടുണ്ട്. അവരാരും BJP തുടർന്ന് വരും, അതുകൊണ്ടാണ് അവരിങ്ങനെ ഈ ബജറ്റിനെ കണ്ടിട്ടുള്ളത് എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ വായിച്ച ഭാഗം നമ്മുടെ ധനമന്ത്രി, സംസ്ഥാന ധനമന്ത്രി പറഞ്ഞ വാചകങ്ങളാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യും, ഞങ്ങൾക്ക് ജനങ്ങളുടെ കാര്യം പ്രശ്നമല്ല എന്ന നിലപാട്, ജനതാല്പര്യത്തിനനുസരിച്ചുള്ള ബജറ്റ് അല്ല, ഇനിയും അവർ തന്നെ വരും എന്ന ആത്മവിശ്വാസത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു. ഇത് ധനമന്ത്രിയുടെ, നമ്മുടെ സംസ്ഥാന ധനമന്ത്രിയുടെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. അല്ല, അദ്ദേഹത്തിന്റെ ആദ്യം പറഞ്ഞ വാചകങ്ങൾ വായിക്കൂ. ആ വാചകങ്ങൾ വളരെ കൃത്യമാണല്ലോ. ജനങ്ങളുടെ താല്പര്യങ്ങൾ പരിഗണിച്ചിട്ടില്ല. ഇവിടുത്തെ സാധാരണക്കാരെ, ഇവിടുത്തെ ഇവര് തന്നെ പറഞ്ഞു 4 ജാതിയാണ് ഞങ്ങൾക്കുള്ളത്. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന അതായിരുന്നല്ലോ. ഇത് ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ തുടങ്ങിയിട്ട് 4 ജാതി. ഈ 4 ജാതികളെയും പോലും അവർ പരിഗണിച്ചില്ലല്ലോ. നമ്മുടെ രാജ്യത്തെ വളരെ ഭീകരമായ നിലയിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു കാര്യം എന്താണ് ഇപ്പൊ മനസ്സിലാവുന്നത്? 2 കാര്യങ്ങളാണ് മനുഷ്യരിൽ കാണേണ്ടത്. ഒന്ന്, ഇവരിപ്പോ പറയുന്നത് എന്താ, ഞങ്ങൾ ഇനി അധികാരത്തിൽ വന്ന് വലിയ ബജറ്റ് കൊണ്ടുവരും, മറ്റു കാര്യങ്ങൾ. ഇതൊന്നുമല്ല ഇതിൽ കാണേണ്ടതെന്ന്. ബജറ്റ് ഉൾപ്പെടെയുള്ള പാർലമെന്ററി കീഴ്വഴക്കങ്ങളെ എത്ര ലാഘവത്തോടു കൂടിയാണ് BJP കാണുന്നത്, നരേന്ദ്രമോദിയുടെ. കാരണം ശ്രീ കൃഷ്ണദാസിന്റെ പ്രസ്താവന നിങ്ങൾ ഇപ്പോ നോക്കിയില്ലേ? അദ്ദേഹം പറഞ്ഞത് എന്താ, 2014 വരെയുള്ള ബജറ്റ് അവതരണ രീതികളല്ല ഞങ്ങൾ ഇപ്പൊ തുടരുന്നത് എന്ന് പറഞ്ഞാൽ BJP എടുക്കുന്ന സമീപനം ബജറ്റിൽ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ആ നിർബന്ധമില്ലല്ലോ ശ്രീ VP മുസ്തഫ. ഇനി ഒരു സർക്കാർ വരാൻ പോകുന്ന സമയത്ത് വരവ് ചെലവ് കണക്ക് മാത്രം മതിയല്ലോ, അതിൽ വൻ പദ്ധതികൾ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ലാത്ത സമയത്താണ് മറ്റ് സർക്കാരുകൾ വൻകിട പദ്ധതികൾ പ്രഖ്യാപിച്ചത്. അതെന്തിനു വേണ്ടിയാണ്? ജനങ്ങളെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി. അത് മോദി സർക്കാരും ചെയ്തിരുന്നു. ഒന്നാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് വൻ പദ്ധതികൾ കൊണ്ട് അലങ്കൃതമായിരുന്നു. പക്ഷേ ആ കീഴ്വഴക്കമൊക്കെ ഇപ്പോൾ വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥമാണ് ഈ പറയുന്ന ആത്മവിശ്വാസം. അല്ലല്ല, ഇവിടെ ഇതിൽ കാണേണ്ട സമീപനം എന്ന് പറയുന്നത് നമ്മുടെ പാർലമെന്ററി മര്യാദകളെയും അതിന്റെ കീഴ്വഴക്കങ്ങളെയും ഇവർ പാടെ മാറ്റുകയാണ്. ആ മാറ്റുന്നത് അവരുടെ നേരത്തെയുള്ള മറ്റൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ്. ഇതിനോട് യാതൊരു മര്യാദയില്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇന്ന് തന്നെ യഥാർത്ഥത്തിൽ നീണ്ട ഈ 1 മണിക്കൂർ സമയത്തിൽ സിംഹഭാഗവും ധനകാര്യ വകുപ്പ് മന്ത്രി എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത്? കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങൾ പറയാനാണ്, ബജറ്റിനെ കുറിച്ചല്ല. ഇത് യഥാർത്ഥത്തിൽ എപ്പോഴാണ് വരേണ്ടത്? ഇന്നലെ വരേണ്ടതായിരുന്നു. സാധാരണ ബജറ്റിന് മുമ്പായിട്ട് തലേ ദിവസം എക്കണോമിക് സർവേ റിപ്പോർട്ട് നേരത്തെ പ്ലാനിംഗ് കമ്മീഷനാണ് തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. അത് ഇവര് പിരിച്ചുവിട്ടതുകൊണ്ട് നീതി ആയോഗാണ് ഇവർക്കുള്ളത്. അവർ തയ്യാറാക്കി അവതരിപ്പിക്കേണ്ട എക്കണോമിക് സർവേ റിപ്പോർട്ട് ഉണ്ട്. അവതരിപ്പിച്ചോ? അത് വന്നോ? അത് വന്നിരുന്നുവെങ്കിൽ ഇന്നത്തെ നിർമ്മലാ സീതാരാമന്റെ പ്രസംഗത്തിന്റെ 3/4 ഭാഗവും ഇല്ല. കാരണം അതിലാണ് അതൊക്കെ വരിക. അതിന് പകരം ഉണ്ടായത് എന്താ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്, ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ്, കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ ഉപദേഷ്ടാവായിട്ടുള്ള വി അനന്ത നാഗേശ്വരൻ അദ്ദേഹം ഒരു റിപ്പോർട്ട് ഔദ്യോഗികമായിട്ട് പുറത്തുവിടുകയാണ്. ഇന്ത്യൻ സമ്പദ്ഘടന ഒരു അവലോകനം എന്നാണ് മലയാളത്തിൽ അതിന്റെ തലക്കെട്ട് വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേന്ദ്ര സർക്കാർ പാർലമെന്റിന് മുമ്പാകെ വെക്കേണ്ട ഈ എക്കണോമിക് സർവേ റിപ്പോർട്ട് അത് അവതരിപ്പിക്കാതെ അത് കേന്ദ്ര സർക്കാരിന്റെ ഉപദേഷ്ടാവായിട്ടുള്ള അനന്ത നാഗേശ്വർ അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ട് പോലെ അവതരിപ്പിക്കുന്നു. ധനകാര്യ വകുപ്പ് മന്ത്രി ഈ സർവേ റിപ്പോർട്ടിൽ വരേണ്ട കാര്യങ്ങൾ ബജറ്റ് പ്രസംഗത്തിൽ കൊണ്ടുവരുന്നു, ബജറ്റിന്റെ കാര്യങ്ങൾ പ്രസംഗത്തിൽ ഉണ്ടാകുന്നില്ല. അപ്പോ വളരെ അപകടകരമായ നിലയിലേക്ക് നേരത്തെ തന്നെ പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടല്ലോ എങ്ങനെയാണ് ഇവർ ശ്രീ VP മുസ്തഫ, ഇത് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങൾ എന്ന പതിവ് വിമർശനം നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞില്ല എന്നതിന്റെ വിഷമം കൂടിയല്ലേ താങ്കളുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ BJPക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അതുകൊണ്ടല്ല എല്ലാ ബജറ്റ് അവതരണത്തിനും അവസാനം അങ്ങനെ ഒരു സെന്റൻസ് കേൾക്കാവുന്നതാണ്. പക്ഷെ ഇത്തവണ കേൾക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക്